വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണില്ലേ? ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു. നാട്ടിലെ വെക്കേഷനൊക്കെ തീർന്നു, തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു ദുബായ് പോകുന്ന വീഡിയോ, ട്രാവൽ വീഡിയോ ആണ്. അപ്പം ഞാൻ പോകുന്നത് ട്രിവാൻഡ്രം ടു ദുബായ് എമിറേറ്റ്സ് ഫ്ലൈറ്റിലാണ്. രാവിലെ 4 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങൾ പറയും. വീഡിയോയിലോട്ട് പോയാലോ? നമ്മൾ എയർപോർട്ടിലെത്തിയിരിക്കുന്നത് 1:30 മണിയായപ്പോൾ നല്ല തിരക്കാണല്ലോ എയർപോർട്ടിലെ. മമ്മി അവിടെ വരും. ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ സീറ്റിലിരിക്കാൻ പോകും. ഗേറ്റ് നമ്പർ 1. 2:15 ആയതേ ഉള്ളൂ. 4:30 ഫ്ലൈറ്റ്. ഇനി എത്ര നേരം ഞാൻ ഇവിടെ ഇരിക്കണം? എമിറേറ്റ്സിൻ്റെ സ്റ്റാഫ് ഭയങ്കര കെയറിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ അവർ നല്ല പ്ലസൻ്റായിട്ട് സംസാരിക്കും. ഇവിടുന്ന് 4:30 ഫ്ലൈറ്റ്. നമ്മളൊരു 7:05 ദുബായിലെത്തും. ഉറങ്ങാതെ ഇവിടെ ഇരിക്കുക. Hello, we're in the flight. ഹെഡ്സെറ്റ്, എമിറേറ്റ്സിൻ്റെ ഹെഡ്സെറ്റ്, പിന്നെ ബ്ലാങ്കറ്റൊക്കെ ഉണ്ട്, കണ്ടില്ലേ? പുതയ്ക്കാനായിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങാം. അപ്പം ഇതിൽ മൂവീസൊക്കെ ഉണ്ട് കേട്ടോ, പുതിയത്. പക്ഷേ ഒരു പ്രശ്നം, സ്ക്രോൾ ആകുന്നില്ല. നീക്കിയിട്ടും അത് നീങ്ങുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്. നല്ലപോലെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രമേ അത് വർക്കാവുന്നുള്ളൂ എന്ന് തോന്നുന്നു. ലോഡിങ്. ആക്ഷൻ ആൻഡ് അഡ്വെഞ്ചർ നമുക്ക് പറ്റുന്നില്ല. കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തവർ, ചെറിയ പൗച്ചൊക്കെ. ഒരു കിഡ്സ് മീലാണ് ആദ്യം കൊണ്ടുവന്നത്. എന്താണ് സംഭവം ഒന്നും അറിയാം. ഓംലെറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് ചീസ് വെച്ചിട്ടുണ്ട്, പിന്നെ ബട്ടർ, കേക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇത് യോഗർട്ടാണ്, സ്വീറ്റ്. ഇത് ചീസും ഫീറ്റ ചീസും എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു വെജിറ്റബിളും കൂടി മിക്സ് ചെയ്ത സംഭവം. ബ്ലാക്ക് നോർട്ട് മിൽക്ക് ഉണ്ട്. ബ്ലാക്ക് കോഫി വാങ്ങിച്ച് കുടിച്ചു. തൊണ്ടവേദന ആയതുകൊണ്ട് ചൂടോടെ കുടിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് പോലെ എനിക്ക് കിട്ടിയത് ഓംലെറ്റും പിന്നെ പെറാത്ത പോലത്തെ എന്തോ സംഭവം, അകത്ത് എന്തൊക്കെയോ ഫില്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ സ്വീറ്റായിട്ട് സംഭവം. കുറച്ച് കൺജസ്റ്റഡായിരുന്നു. അതുകൊണ്ട് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. മിഡിൽ സീറ്റും കൂടി ആയതുകൊണ്ട് അപ്പുറത്ത് വേറെ മനുഷ്യ ഇരിപ്പുണ്ടായിരുന്നു. അത്യാവശ്യം ഇടുങ്ങിയൊക്കെയാണ് ഇരുന്നത്. ഉറങ്ങാനൊന്നും പറ്റിയില്ല നേരെ. നോക്കിയപ്പം രാവിലെ ആയി. നല്ല ഉറക്കം. എത്താറായി. എന്നാലും ഈ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. കുറേ നേരം വെറുതെ ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കും.
رجائك أحسن مربوطة إلى تدفع شنطة أحسنت المقاعد قبل مغادرة اليوم يجب التأكد من أمنك for personal belongings. I would like to thank for choosing Emirates. Hope you enjoyed your flight. നേരത്തെ ലാൻഡായി 6:54 ലാൻഡായി. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 93 ഡിഗ്രി. സോ ഗൈസ് അങ്ങനെ പുറത്തിറങ്ങി തേണ്ട ബാഗേജ് ക്ലെയിമിനൊക്കെ നമ്മൾ ഈ ലിഫ്റ്റ് വഴി താഴേക്ക് പോകണം. ഇതൊരു വലിയ ലിഫ്റ്റാണ് കേട്ടോ. കുറേ ആളുകൾ കൊള്ളും. 2 എൻട്രൻസ് ഉണ്ട്. ക്ലോക്കൊക്കെ റോളക്സിൻ്റെ ക്ലോക്കാണ് വെച്ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലഗേജ് കുറേ നേരം കൊണ്ട് വെയിറ്റിംഗ് ആണ്. ലാസ്റ്റേ വരത്തുള്ളൂ. കാരണം നമ്മൾ ആദ്യമേ ചെക്ക് ഇൻ ചെയ്തു. അപ്പം മിക്കവാറും ലാസ്റ്റേ ബാഗേജ് വരത്തുള്ളൂ. ആ ഓക്കേ അയ്യോ അങ്ങനെ അവസാനം വണ്ടി വന്നേ. ടയേർഡായി. അയ്യോ നിക്കറ് കൂട്ടി ഓടി വായോ. അയ്യോ എന്തൊരു ചൂടുണ്ട്. ഇനി ഇവിടെ പാർക്കിങ്ങിൻ്റെ ഇത് കൊടുക്കണ്ടേ? കാട് പറയാൻ വീടൊക്കെ. ഗൈസ് അങ്ങനെ നമ്മൾ ദുബായിൽ എത്തിയിരിക്കുകയാണ്. ബാക്ക് ടു ദുബായ്. ഇവിടെ പോയപ്പോൾ ഭയങ്കര വിഷമമാണ്. തിരിച്ചെത്തിയപ്പോൾ ഭയങ്കര സന്തോഷം. വേർത്ത് കുളിച്ച് ഭയങ്കര ചൂട് വലിയ വിശന്നിട്ട് വയ്യ. എനിക്ക് ചായയും കുടിച്ചില്ല. അവിടെ നിന്നൊരു കോഫിയാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇവിടെ ഒരു അബുഹയിലെ മദ്രാസ് റെസ്റ്റോറൻറ്റിലെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. പോയി ഫുഡ് കഴിക്കണ്ടേ. ബാഗേജ് കിട്ടണ്ടേ? വാ മസാല ദോശ. ഞാനൊരു ക്യാൻഡീപ്പൊടി ഇരിപ്പുണ്ട്. ഇതൊരു ചളിയില്ല. ചായയാണ് വേണ്ടത്. അല്ലെങ്കിൽ തലവേദന ക്രിസ്പിയാണ്. അവിടെ നിൽക്കൂട്ടി. സോ അങ്ങനെ വീട്ടിലെത്തിയ സാധനങ്ങളെല്ലാം തറയിലെടുത്തിട്ട് ആകെ ചാളം കുളമായിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇത് വൃത്തിയാക്കട്ടെ. ഓക്കെ അപ്പം ബൈ.